രാമായണം കഥ ചുരുക്കി പറയാം. ബാലകാണ്ഡം. ഹരിശ്രീ ഗണപതിയെ നമ. അവിഘ്നമസ്തു. അനപത്യതാ ദുഃഖം അനുഭവിച്ചു കഴിഞ്ഞിരുന്ന ദശരഥ മഹാരാജാവ് കുലഗുരുവിൻ്റെ ഉപദേശാനുസരണം സരയൂ നദീതീരത്ത് പുത്രോൽപത്തി സാധകമായ പുത്രകാമേഷ്ടി യാഗം നിർവഹിച്ചു. തപസ്വിയും ഗൃഹസ്ഥനുമായിരുന്ന ഋഷ്യശൃംഗ മഹർഷിയാണ് യാഗകർമ്മം നിർവഹിച്ചത്. യാഗാഗ്നിയിൽ നിന്ന് തേജോമയനായ ഒരു അത്ഭുത പുരുഷൻ ഉയർന്നു വന്നു. ദിവ്യമായ പായസം അയോധ്യാധിപന് സമ്മാനിച്ചു. സംപ്രീതനായ അയോധ്യാധിപൻ പായസം കൗസല്യ, കൈകേയി എന്നീ പത്നിമാർക്ക് നൽകി. കൗസല്യയ്ക്കും കൈകേയിക്കുമായി അർദ്ധഭാഗം വീതിച്ചു നൽകിയത് അവർ രണ്ടുപേരും അർദ്ധാർദ്ധഭാഗം വീതം സുമിത്രയ്ക്ക് നൽകി. 3 പേരും ഗർഭം ധരിച്ചു. യഥാകാലം കൗസല്യ ശ്രീരാമനെയും കൈകേയി ഭരതനെയും സുമിത്ര ലക്ഷ്മണ ശത്രുഘ്നന്മാരെയും പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളിലായി പ്രസവിച്ചു. കൗസല്യാദേവിക്ക് പുത്രനായി പിറന്നത് ശ്രീനാരായണൻ തന്നെയാണെന്നറിഞ്ഞ കൗസല്യ ഭഗവാനെ സ്തുതിച്ചു. ദശരഥൻ പുത്രലബ്ധിയിൽ സന്തുഷ്ടനായി ദാനധർമാദികൾ ചെയ്തു. 4 കുമാരന്മാരും മാതാപിതാക്കളുടെ പ്രീതിഭാജനങ്ങളായി വളർന്നു. ജാതകർമ്മം, ശാസ്ത്രശിക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ വസിഷ്ഠൻ നിർവഹിച്ചു. ബാല്യത്തിൽ തന്നെ അതിസമർത്ഥന്മാരായി വീര്യം തുളുമ്പുന്ന തേജപുഞ്ചങ്ങളായി പ്രശസ്തി നേടിയ രാമലക്ഷ്മണകുമാരന്മാരെ യാഗസംരക്ഷണാർത്ഥം വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വിശ്വാമിത്ര മഹർഷി അയോധ്യാധിപതിയുടെ കൊട്ടാരത്തിലെത്തി. പുത്രന്മാരെ വേർപിരിയാൻ അല്പം മടിച്ചുവെങ്കിലും കൗശികനോടൊപ്പം അയച്ചു. ബ്രഹ്മർഷിയിൽ നിന്നും ബല, അതിബല എന്നീ മന്ത്രങ്ങൾ സ്വീകരിച്ച് വിശപ്പിലും ദാഹത്തിലും നിന്നും മുക്തരായി വനത്തിലേക്ക് യാത്രയായി. വിശ്വാമിത്രൻ അനേകം വിശിഷ്ടാസ്ത്രങ്ങളും അസ്ത്രവിദ്യകളും നൽകി കുമാരന്മാരെ ശക്തന്മാരാക്കി. മുനിമാരുടെ യാഗങ്ങൾ നിരന്തരം മുടക്കിയിരുന്ന രാക്ഷസന്മാരെയും താടകാദികളെയും നിഗ്രഹിച്ച് ക്രമേണ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അവിടെ ശ്രീരാമാവതാരം പ്രതീക്ഷിച്ച് ബഹുവർഷങ്ങളായി ശിലാരൂപേണ ശയിച്ചിരുന്ന ഗൗതമ മുനിപത്നി അഹല്യയ്ക്ക് പാദസ്പർശത്താൽ പുനരുജ്ജീവനം നൽകി. അഹല്യ ശ്രീരാമനെ സ്തുതിച്ചു. മുഖ്യകൃത്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു കഴിഞ്ഞ ബാലന്മാരെ വിശ്വാമിത്രൻ മിഥിലാപുരിക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ജനക മഹാരാജാവ് സീതാദേവിയുടെ സ്വയംവരം നിശ്ചയിച്ചിട്ടിരുന്നു. ശ്രീപരമേശ്വരദത്തമായ വിൽ കുലയ്ക്കണമെന്ന പരീക്ഷ. ത്രയ്യംബകം എന്നായിരുന്നു ആ വില്ലിൻ്റെ പേര്. അത് കുലച്ച് സ്വന്തം വൈഭവം അനായാസം തെളിയിച്ച ശ്രീരാമനെ ജനകൻ സ്വപുത്രിയായ ജാനകിയെ സമ്മാനിച്ചു. സീതാ സഹോദരിമാരായ ഊർമിളയെ ലക്ഷ്മണനും ശ്രുതകീർത്തിയെ ഭരതനും മാണ്ഡവിയെ ശത്രുഘ്നനും നൽകി. ദശരഥാദികളെല്ലാം മിഥിലയിലെത്തി. പുത്രന്മാരുടെ വിവാഹകർമ്മം മംഗളമായി വസിഷ്ഠ കാർമ്മികത്വത്തിൽ നിർവഹിച്ചു. അവർ അയോധ്യയിലേക്ക് സാഘോഷം യാത്രയായി. മാർഗമധ്യേ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായ ഭാർഗവരാമനുമായി ഏറ്റുമുട്ടി. ശ്രീരാമൻ വിജയിച്ചു. ശ്രീരാമാദികൾ അയോധ്യയിൽ പ്രവേശിച്ചു. ദശരഥൻ പത്നിമാരോടും കുമാരന്മാരോടും കൂടി രാജ്യകാര്യങ്ങൾ നിർവഹിച്ചു കഴിയവേ കേകയത്തിൽ നിന്നും ലഭിച്ച യുധാജിത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് കൈകേയി തനയനായ ഭരതൻ ശത്രുഘ്നോടുകൂടി അവിടേക്ക് പോയി. സീതാരാമന്മാർ പരസ്പര ഹൃദയപ്രതിഷ്ഠിതരായി സുഖമായി വാണു.